നമ്മൾ മീൻകുളം അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ തൊട്ടപ്പുറം തന്നെ രണ്ടാനയുണ്ട്. പക്ഷേ ഒരാനയെ നമ്മൾ പോയപ്പോൾ ചെന്നപ്പോൾ കാണാൻ പറ്റുള്ളൂ. മീൻകുളം അമ്പലത്തിന് ചേർന്നിട്ടുള്ള ഒരു വ്യക്തിൻ്റെയാണ്. അപ്പോൾ അവിടെ 2 ആനയുണ്ടായിരുന്നു. ഒരാനയെ നമുക്ക് കാണാൻ പറ്റില്ല. 2 പാപ്പാന്മാരും ഇല്ലായിരുന്നു. അവർ ഒരാനയ്ക്ക് നീരായിട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ആനയെ ഇത്രയും അടുത്ത് കാണുകയെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എക്സ്പീരിയൻസാണ്. നേരത്തെയൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ വണ്ടിക്ക് കൊണ്ടുപോകുന്നതും അങ്ങനെയൊക്കെ ഉത്സവത്തിനൊക്കെ കൊണ്ടുപോകുന്നതും ഒക്കെ അങ്ങനെ കൊണ്ടുവന്ന് ദൂരത്തുനിന്ന് കണ്ടിട്ടുണ്ടെന്നല്ലാതെ ഇതുപോലൊരു ആനേനെ ഇത്രയും അടുത്ത് കാണുന്നത് ഇതാദ്യമായിട്ടാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ആദ്യം നല്ല പേടിയുണ്ടായിരുന്നു. ഫുൾ ടൈം ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പം കണ്ടപ്പോൾ തന്നെ നമുക്ക് ഒന്നാമത് ആനപ്പാപ്പാനില്ല. അപ്പം നമുക്ക് അടുത്ത് പോകാൻ ഭയങ്കര പേടിയായിരുന്നു. പിന്നെ തൊട്ട് അയൽവക്കത്തൊരു വീടുണ്ടായിരുന്നു. അവിടെ നിന്ന് ചേച്ചി ഉമ്മ വന്ന് കുറച്ചും കൂടി അടുത്തുകൊണ്ട് നിന്നോ, കുഴപ്പമില്ല, ആനപ്പാപ്പനും ഇല്ലാത്തതുകൊണ്ട് അടുത്തോട്ടൊന്നും പോകണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ചും കൂടി അടുത്തോട്ട് നിന്നു. ഞങ്ങൾ കുറേ കൂടി ദൂരെ നിന്നത്. എന്നാലും നമുക്ക് ഇത്ര അടുത്ത് പരിചയമില്ല. അപ്പോൾ ഈ കാട്ടിൻ്റെ ഉള്ളിലൊക്കെ ഇതിങ്ങനെ ആനങ്ങനൊക്കെ ഇതിനെ കാണുമ്പോൾ നേരിട്ട് ഇത്ര അടുത്ത് കാണുമ്പോൾ ഒരു പേടി എനിക്ക് നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ ഫുൾ ടൈം ഇതിങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കുമല്ലോ. അപ്പോൾ നമ്മൾ ഫുഡൊന്നും വാങ്ങിക്കൊടുത്തില്ല. കാരണം ആനപ്പാപ്പനില്ല, നമ്മളിപ്പോൾ അടുത്ത് ചെന്നത് കൊടുക്കുക, എന്താണ് ചിലപ്പോൾ എന്താണ് അതിൻ്റെ മൈൻഡ് എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞങ്ങളൊക്കെ കുറച്ചൊരകലം വെച്ച് നിന്നിട്ട് അവിടെ നിന്ന് കാണുകയും വീഡിയോ പിടിക്കുകയൊക്കെ നിന്നത്. അപ്പോൾ ഉമ്മ അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഉമ്മ വന്നിട്ട് ഉമ്മേനെ വീഡിയോയിൽ കുറച്ച് ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ ഉമ്മ പറഞ്ഞ് കുറച്ചും കൂടെ അടുത്തോട്ട് നിന്നോ, കുഴപ്പമില്ല. പിന്നെ പാപ്പാനില്ലാത്തതുകൊണ്ട് ഞങ്ങൾ പിന്നെ അധികം അങ്ങനെ അടുത്തോട്ട് പോകാൻ നിന്നില്ല. പിന്നെ ഈ ആന എപ്പോഴും ഇങ്ങനെ തന്നെയാണല്ലോ. ആൾ കുളിപ്പിക്കാനാണ് കിടത്തിയാൽ ഉറങ്ങും. ഉറങ്ങുന്ന സമയമല്ലാതെ ഫുൾ ടൈം ഇതിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെയാണ് അവരും പറഞ്ഞത് ചോദിച്ചപ്പം. അങ്ങനെ ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഇന്നത്തെ ദിവസം ഇങ്ങനൊരു ആനയെ കാണാൻ പറ്റുന്നൊന്നും ഒട്ടും പ്രതീക്ഷയില്ല. ആനയെ അങ്ങനെ വഴിയ ബസ്സിനൊക്കെ പോകുമ്പോൾ ദൂരം കണ്ടിട്ടുണ്ട്. അപ്പോൾ ഉണ്ടോ എന്ന് നോക്കാമെന്ന് വിചാരിച്ചാണ് സത്യം പറഞ്ഞാൽ അങ്ങോട്ട് പോയത്. അപ്പം പിന്നെ വിചാരിച്ചതിൽ അടിപൊളി ഒരു ദിവസമായി എന്ന് തന്നെ പറയണം. അങ്ങനെ ഞങ്ങൾ കുറച്ച് സമയം അവൻ്റെ വീഡിയോ ഒക്കെ എടുത്തൊന്ന് കണ്ട്. അപ്പോൾ അതിൻ്റെ തൊട്ടപ്പുറത്ത് ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു വ്യക്തിൻ്റെ തന്നെയാണ് ഈ ഒരു ആനയും, ഈ അപ്പുറം കണ്ട ആനയും. ഈ ഒരു ആന എന്ന് പറഞ്ഞാൽ അവർ തൊട്ടപ്പുറത്ത് തന്നെ അവരെ വീടുണ്ട്. അപ്പോൾ ആ വീടിൻ്റെ മുറ്റത്ത് കെട്ടിയേക്കുന്നതാണ് ആന. അവനവിടെ ആ സ്റ്റിക്ക് വെച്ചിട്ടുണ്ടോണ്ട് തന്നെ അവൻ മൂവൊന്നും ചെയ്യുന്നില്ല, ഒരേപോലെ നിൽക്കുവാണ്. ഇത് മറ്റേ ആനയേക്കാൾ കുറച്ചും കൂടി നല്ല ഭംഗിയായിരുന്നു. നല്ല കറുത്ത് നല്ല അഴകായിരുന്നു കാണാൻ തന്നെ. വളരെ നല്ലോണം കറുത്ത് നല്ല തടിച്ച് ഉരുണ്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. മറ്റേ ആന കുറച്ചും കൂടെ ഹൈറ്റും ഒരു കളറിൽ തന്നെ വ്യത്യാസം ഉണ്ടായിരുന്നു. ഇവനെ കാണാൻ കുറച്ചും കൂടി നല്ല അഴകായിരുന്നു, പറയാതിരിക്കാൻ പറ്റില്ല. ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ ഇതുപോലെ എടുത്ത് മുറ്റത്ത് തന്നെയാണ് കേട്ടോ, അവരെ വീടിൻ്റെ മുറ്റത്ത് തന്നെയാണ് കെട്ടി അവിടെ സ്റ്റിക്ക് വെച്ചുകൊണ്ട് അവൻ നടക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ കണ്ടില്ലേ, നടന്നു വന്നാൽ ഞങ്ങളെ മുറ്റത്തോട്ടൊക്കെ ഞങ്ങളെ അടുത്തോട്ടൊക്കെ അവന് വരാൻ പറ്റും. അപ്പോൾ അത് വെച്ചത് കൊണ്ട് തന്നെ അവൻ കാലെടുക്കിടക്ക് പൊക്കുന്നതാക്കുന്നുണ്ടെന്നല്ലാതെ അവ അടിയുണ്ടതുകൊണ്ട് അവനവിടെ നിന്ന് അനങ്ങുന്നില്ല. പിന്നെ എനിക്ക് കുഞ്ഞുണ്ടതുകൊണ്ട് കുറച്ച് പേടിയായിരുന്നു. കാരണം അവന് ഈ പേടിയൊന്നുമില്ലല്ലോ, അപ്പോൾ പെട്ടെന്ന് അടുത്തേക്ക് പോവുമോ എന്നൊക്കെ. പക്ഷെ അവൻ അധികം അങ്ങനെ അടുക്കുന്നൊന്നും ഉണ്ടായില്ല. ഫോട്ടോ എടുക്കാൻ പോലും ഞാൻ മീയേൻ്റെ അടുത്ത് കണ്ടില്ല. അവിടെ നിർത്താൻ നോക്കുമ്പോൾ അവൻ ഒട്ടും നിൽക്കുന്നുണ്ടായില്ല. പിന്നെ ബാക്കിലോട്ട് അങ്ങനെ പോയാലോ എന്ന് പേടിച്ചിട്ട് പിന്നെ ഞാൻ അധികം അങ്ങനെ എടുത്തൊന്നുമില്ല അവനെ നിർത്തിയിട്ട്. അങ്ങനെ അവിടുന്ന് വടിയൊക്കെ എടുക്കുന്നുണ്ടപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇനി വല്ല ഏറെങ്ങാനും കിട്ടുമെന്ന്. എന്തോ ഭാഗ്യം, ഏറൊന്നും കിട്ടിയില്ല. പിന്നെ മറ്റേ ഓല മടലിൻ്റെ ഇതൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കുറേ കാലം കണ്ട് കുറച്ചുമ്പം പിന്നെ അവരവിടെ ഇരുന്നു. രാവിലെ മുതലേ ഇറങ്ങിയതാണ്. ഞങ്ങൾ ഫുഡൊന്നും കഴിച്ചില്ല, ആകെ ക്ഷീണമായി. പിന്നെ ഞങ്ങൾ കുറച്ചുമ്പോൾ അവിടെ ഇരുന്നു. പിന്നെ അച്ഛൻ അവർ പോയിട്ട് പഴം വാങ്ങിക്കൊണ്ട് വന്നു, പഴവും ബെല്ലമൊക്കെ വാങ്ങിക്കൊണ്ട് വന്നു. പിന്നെ എല്ലാവരും കൂടി അത് ആനയ്ക്ക് ഓരോരാളായിട്ട് കൊടുത്തു. പഴം കൊടുത്തു ആദ്യം, ബെല്ലം പിന്നെ ഞാനും മോളും എല്ലാവരും കൂടി ആയിട്ട് ബെല്ലമൊക്കെ കൊടുത്തു. ഞങ്ങൾക്ക് ഇത് ആദ്യത്തെ എക്സ്പീരിയൻസാണ്, പറയാതിരിക്കാൻ വയ്യ. ഞങ്ങളതിൻ്റെ മൂക്കിനൊക്കെ കൊടുക്കുമ്പോഴൊക്കെ തൊട്ടൊക്കെ നോക്കി ഇങ്ങനെ വെള്ളമൊക്കെ അതിൻ്റെ ഇതൊക്കെ ഞങ്ങളെ കയ്യിലിങ്ങനെ പറ്റുന്നുണ്ടായിരുന്നു. ഒരാദ്യത്തെ ഇത്രയും അടുത്തിങ്ങനെ ഫുഡ് കൊടുക്കാൻ കിട്ടുമോ എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഭാഗ്യം എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. നമുക്ക് അറിയുമില്ലായിരുന്നു സത്യം പറഞ്ഞാൽ നേരത്തെ. അവിടെ ബസ്സിന് പോകുമ്പോൾ ഇങ്ങനെ കണ്ടിട്ടുണ്ടെന്നുള്ള ഇത്ര അടുത്ത് നമുക്കിങ്ങനെ പോയി കൊടുക്കാമെന്നൊക്കെ ഉള്ളത്. ഇത് പിന്നെ ഊഷ്മയാണ് കൊടുക്കുന്നത്, എൻ്റെ ഹസ്ബൻഡിൻ്റെ അനിയൻ്റെ വൈഫാണ്. അപ്പം ആൾക്ക് ഭയങ്കര പേടിയാണ്. ആദ്യം വിറച്ച് പേടിച്ചിട്ടൊക്കെ കൊടുത്തത്. പിന്നെ 1-2 കൊടുത്തപ്പോൾ പിന്നെ ആൾക്ക് കുറച്ചൊരിതായി.
അങ്ങനെ ഞങ്ങൾ പഴമെല്ലാം കൊടുത്ത് തീർന്നിട്ട് പിന്നെ ലാസ്റ്റ് കുറച്ച് വെള്ളം വാങ്ങിയതുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഞങ്ങളതെല്ലാം കൊടുത്ത് അവൻ പിന്നെ അത് സ്പീഡിൽ വാങ്ങിയെല്ലാം പെട്ടെന്ന് തന്നെ കാലിയാക്കാമെന്നുള്ളൊരു മട്ടായിരുന്നു ആന. അതുകൊണ്ട് പെട്ടെന്ന് രണ്ടും അവൻ കാലിയാക്കി തന്നു. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങി.